അല്ലേ? ആ നൗഷാദാണ്, പറഞ്ഞോ. ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പോലീസാ മേൽപ്പറമ്പില്. ആ പറഞ്ഞോളൂ സാറേ, എന്താണ്? നിങ്ങള് പിന്നെ കുളിക്കൊന്നുമില്ലേ താമസം? ആ ഞാൻ ഇപ്പൊ കുളിക്കുന്നാണ് താമസം, തറവാട്ട് വീട്ടിലാണ്. ഓട്ടോ ഓടിക്കുന്നുണ്ടോ ഇപ്പോ? ആ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. ആ പറഞ്ഞു. അല്ല അല്ല, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഇല്ല, വിഷയമില്ല, പറഞ്ഞോളൂ. അങ്ങനെ ഉണ്ടെങ്കിലും ഞാൻ കട്ട് ചെയ്യാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ അല്ല, എസ് ഐ പ്രശ്നം ഉണ്ടായിട്ട് അങ്ങനെ ജൂണിലാണ്ടായത് എന്താ സംഭവം? ജൂൺ 21. അതുണ്ടാക്കിയത് എന്താ സംഭവം? ഞാൻ അവന്റെ പിന്നെ ഇതിലേക്ക് പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ കൊടുത്തതാണ്. കംപ്ലൈന്റ് ഞാൻ കൊടുത്താണ്. അപ്പൊ അത് സംഭവം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞതാണ്. അത് സംഭവം എന്താണെന്നുള്ളത് അതിൽ വ്യക്തമായിട്ടുണ്ട്. ഞാൻ വ്യക്തമായിട്ട് തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് അതിൽ കാണുമല്ലോ. ഞാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ സാറിന് അയച്ചുതരാം. വാട്സ്ആപ്പ് നമ്പർ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുത്തത് അത് ഞാൻ അങ്ങോട്ടേക്ക് അയച്ചുതരാം. ആയിക്കോട്ടെ. അത് പിന്നെ അത് ജൂണിലുണ്ടായ സംഭവമാണ്. ജൂണിലാണ് ഉണ്ടായത്. ജൂണിലാണ് സംഭവം ഉണ്ടായത്. ജൂൺ 21 തോന്നുന്നു. 22 കേസ് ഞാൻ കൊടുത്തത്. അതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതിലുണ്ട്. എന്നിട്ട് ഞാൻ 22 തീയതി പോയിട്ട് പിന്നെ നമ്മുടെ കളക്ടറേറ്റിലുള്ള പോലീസ് കംപ്ലൈന്റ് അതോറിറ്റീന്റെ ഇതുണ്ടല്ലോ, അതിൽ പോയിട്ട് ഞാനത് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കംപ്ലൈന്റ് ഇപ്പൊ ഏകദേശം ഇത്രയും മാസമായി. ഒരാളുടെ പിന്നെ മരണത്തിന് ശേഷമാണ് ഇപ്പൊ രണ്ടാമത് ഓപ്പൺ ആയത്. എപ്പോഴാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എല്ലാം വന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഇതുവരെ ഇപ്പൊ നിങ്ങൾ വിളിച്ചിപ്പോ ചോദിച്ചല്ലോ. അപ്പൊ ഈ വിളിച്ച് ചോദിക്കുന്ന മുമ്പേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ പിന്നെ ജീവൻ രക്ഷിക്കായിരുന്നു. അപ്പൊ ഒരാൾ മരിച്ചതിന് ശേഷം അത് കൂടുതലായി, അത്ര തന്നെ, വേറൊന്നുമില്ല. അപ്പൊ അത് വേണമെങ്കിൽ ഞാൻ സാറിന് വാട്സപ്പിൽ എന്ത് ചെയ്യാം, അയച്ചുതരാം. ഓക്കെ, ഇതിൽ വാട്സപ്പ് ഉണ്ട് അതില്. വാട്സപ്പ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് മുമ്പ് കേസ് ഉണ്ടായിരുന്നോ? ഏത്? എനിക്ക് മുമ്പ് ഞാൻ ചെയ്യാത്തൊരു കേസ് ഉണ്ടായിരുന്നു. അതായത് ഒന്ന് പിന്നെ നിലവിൽ ഇത് ഡിവൈഎസ്പി നമ്മളെ ഹബീബ് ഉണ്ടല്ലോ, ഹബീബ് സാറ്. ഹബീബ് സാറിനെ ഞാൻ എന്തോ കയ്യേറ്റം ചെയ്ത് പറഞ്ഞ അന്ന് SDPIയുടെ ഒരു പിന്നെ CA NRCന്റെ ഇതുണ്ടായിരുന്നു. ബന്ധിന്റെ ഒരു ജാഥ ഉണ്ടായിരുന്നു, അവിടെ ഓർമ്മയുണ്ടാവും, കാസർഗോഡ് ടൗണില്. ആ സമയത്ത് ഞാനിവിടെ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് മാങ്ങാട് അമ്പാപുരത്തുള്ള നാരായണൻ SI എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. നാരായണൻ അറിയും നിങ്ങൾക്ക് ഇവിടെ. ഞാൻ അമ്പാപുരത്ത് നാരായണൻ ഹൈറ്റായിട്ട് കേൾട്ടായിട്ട്. മൂപ്പര് എന്റെ വീഡിയോ എടുത്തിട്ട് അവിടുന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ കൊണ്ടുവന്ന് ഞാൻ കറക്റ്റ് കണ്ടതാ വീഡിയോ ചെയ്ത്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ മൂപ്പര് അവിടെ നിന്നിട്ട് ഈ സമരത്തിന്റെ മുമ്പിൽ നിന്നിട്ട് എന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഞാൻ ശരിക്കും കാണുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ പിന്നെ ക്ലാഷ് നടക്കുന്ന സമയത്ത് ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിലുണ്ട് എന്നുള്ള ഇൻക്ലൂഡ് ആയി എന്നുള്ള രീതിയിൽ വീഡിയോ എടുത്തിട്ട് അയാൾ വന്നിട്ടുണ്ട്. എന്നെ ആ കേസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 7ാമത്തെ എന്തോ പ്രതിയായിട്ട് എന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ കേസ് ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ ഇവിടെ. അതായത് 2019 നടന്ന SDPIയുടെ ഒരു മാർച്ചിന്റെ സംഭവമാണ്. ഒരു പിന്നെ ഇതാണ്. അതായത് പിന്നെ മൊത്തം അന്ന് ബന്ധുണ്ടായിരുന്നു CA NRCക്കെതിരെയുള്ള. അതിൽ എന്നെ ഇയാൾ പ്രതി ചേർത്തിട്ടുണ്ട്. അതെനിക്കറിയാം, എന്നെ പ്രതി ചേർത്തത് എന്തിനാണെന്നുള്ളത് എനിക്കറിയാം. അത് ഏത് രീതിയിലാണ് ആ കേസ്. അത് ഞാൻ എന്നിട്ട് അതിന് ശേഷം ഞങ്ങള് പിന്നെ 2 ആഴ്ച ജയിലിലുണ്ടായിരുന്നു, സബിലുണ്ടായിരുന്നു കാഞ്ഞങ്ങാട്. അതിന് മുമ്പ് ഒരു കേസുണ്ട്. മാങ്ങാട് അമ്പലത്തിന്റെ. അത് ഇപ്പോഴും നടക്കുന്നുണ്ട് അവിടെ. അത് ഞാൻ ചെയ്യാത്ത എന്നുള്ളത് അവർക്കറിയാം. ഇതേ ഈ പോലീസ് ഓഫീസർ. പറഞ്ഞോ 425 മാങ്ങാട്. ആ കേസിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. A1 ആണ്. A1 എഴുതിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എന്നെ കോട്ട് ചെയ്തിട്ടുണ്ട് അതില്. ആ കേസ് ഇപ്പൊ നടക്കുന്നുണ്ട്. അതിന്റെ മീഡിയേഷൻ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചിട്ട് ആരും വന്നിട്ടൊന്നുമില്ലല്ലോ. മീഡിയേഷൻ വിളിച്ചിരുന്നല്ലോ, കോടതി മീഡിയേഷൻ വിളിച്ച് ഞാൻ പോയി. ആരും വന്നിട്ടില്ല. വക്കീലാ പോയത്, വക്കീല് പോയിട്ട് ആരും വന്നിട്ടൊന്നുമില്ല. അവരെ പിന്നെ മീഡിയേഷൻ വിളിച്ചിട്ട് ഇനി അടുത്ത മാസം കൂടി കേസുണ്ട്. ഞാൻ അതിന് ഹാജരായിക്കൊണ്ടുണ്ട്. ആ കേസിനെ കുറിച്ചിട്ട് സംസാരിച്ചുകൊണ്ടുണ്ട്. പിന്നെ കേസ് ഞങ്ങളെല്ലാം ചെയ്തു എന്നുള്ളത് അവർ ഞങ്ങളെ കൊണ്ടുപോയി. അതായത് റമദാൻ മാസം 2015 റമദാൻ മാസം 26-നും 25-നും പിടിച്ച് കൊണ്ടുപോയത്. ആ പിടിച്ച് കൊണ്ടുപോയിട്ട് പഴയ പോലീസ് സ്റ്റേഷനിലേക്ക്, ബേക്കല സ്റ്റേഷനിലെ പഴയ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. പുതിയ പോലീസ് സ്റ്റേഷനിലല്ല. അവിടെ CCTV ക്യാമറ ഉണ്ടായിരുന്നു. പഴയ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളെ ചെയ്തത് അത് എന്താണെന്നുള്ളത് കോടതിയിൽ ഞാൻ പറഞ്ഞിരുന്നു. എന്റെ പിന്നെ കുറ്റപത്രം വായിച്ച സമയത്ത് ഞാൻ കോടതിയിൽ അന്നത്തെ ജഡ്ജിയോട് ഞാൻ പറഞ്ഞിരുന്നു. ഞങ്ങളെ ചെയ്തത് എന്തെന്നുള്ളത് ഞങ്ങൾക്കേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. 2 ദിവസത്തിന്റെ മുകളിൽ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ സ്റ്റേഷനിൽ ഇട്ടിട്ട് ഒരുമാതിരി, അതായത് ഞങ്ങൾ എന്തൊക്കെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ പറഞ്ഞത് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ പറഞ്ഞത് നിങ്ങളെ പ്രതികളല്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയും, പക്ഷെ ഇപ്പോൾ നിങ്ങൾ പ്രതികളായിട്ട് ഞങ്ങൾക്ക് മതി.
എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അമ്പലത്തിന്റെ കേസ് ഏത് അതിന് ഞങ്ങൾ മാത്രമല്ല, അതില് താഴെ നിന്നുള്ള കള്ളനാടെന്നുള്ള ഒരു ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ കൊണ്ടുപോയിട്ട് അടിച്ചിട്ടുണ്ട് ഇവര്. അതൊക്കെ ഇവര് ഞങ്ങൾ അടിക്കുന്ന സമയത്ത് പറഞ്ഞതുമാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് അവസാന കേസ് ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു. കാരണം വേറെ എനിക്ക് വഴിയില്ല. ഒന്നെങ്കിൽ ഞാൻ മരിക്കണം, ഒന്നെങ്കിൽ ഞാൻ അവിടെ കിടന്ന് മരിക്കണം. ഇല്ല പറഞ്ഞോളൂ. അല്ല, ആ ക്രൈം നമ്പർ എത്ര? ബേക്കലം പോലീസ് സ്റ്റേഷൻ 425/2019 സബ്മിഷൻ ചെയ്യുന്നത് എവിടെ? കോടതിയിൽ. പക്ഷെ 425/2050 ആണത്. ഏതാ? 425/2015 ആണ്. പക്ഷെ ഇവര് സബ്മിഷൻ ചെയ്ത് 2019 FIR കോടതിയിൽ. പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ എത്ര പറഞ്ഞത്? 425 തന്നെയാണ്. 425 425. 425. ഓക്കെ. അത് എപ്പോ 425? 2015 ആണ്. പക്ഷെ 2019 ആണ് സബ്മിഷൻ ചെയ്തിട്ടുള്ളത്. അല്ല, അത് കോടതിയില്ലേ? കോടതിയിലല്ലേ? കോടതിയില്. ഇത് 16-ലാണ് കേസ് എടുത്തത് പോലീസ് സ്റ്റേഷനിൽ അല്ലേ? 2015 റമദാനിലെ കേസാണത്. 2015 425 കേസ് എടുത്തത് അല്ലേ? അതിലേക്ക് ഞങ്ങള് ബേക്കൽ സ്റ്റേഷനിലാണ് എടുത്തത്. അതായത് ബേക്കൽ സ്റ്റേഷൻ ഞാൻ പറഞ്ഞല്ലോ, ബേക്കൽ സ്റ്റേഷനിൽ കൊണ്ടുപോയത് പഴയ പോലീസ്. അതായത് ഒരു സ്വിഫ്റ്റ് കാർ വന്ന രാത്രി ഞാൻ നിൽക്കുന്നുണ്ടായത് മേൽപ്പുറം എന്റെ സുഹൃത്തിന്റെ കടയിൽ. അവിടെ ചെറിയൊരു പാർട്ണർഷിപ്പും കാര്യമായിട്ടാണ് ഞാൻ അതിൽ പോകുന്നുണ്ടായത്. അപ്പൊ എന്റെ സുഹൃത്തിനെ അതിന് മുമ്പേ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് അവിടുന്ന് എന്തായിരുന്നു എസ്കേപ്പ് ആയിരുന്നു. ഞാൻ എസ്കേപ്പ് ആയില്ല. എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ ഈ കേസ് എന്താ ഉറപ്പാണ്, ഞങ്ങൾ തലക്കെട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നത് എന്നെ കൊണ്ടുപോയി ഉള്ളിൽ കൊണ്ടുപോയിട്ട് ചെറിയ ചെലവെന്നല്ല ചെയ്തത്. അവര് നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. ചെറിയ ഉപദ്രവമൊന്നല്ല. അതിന്റെ പേരും പറഞ്ഞിട്ട് 2021 ഈ കേസിന്റെ പേരും പറഞ്ഞിട്ട് 2021 അന്ന് ഈ കേസിന്റെ മഹസറിലുണ്ട് അബൂബക്കർ എന്ന് പറയുന്ന ഔക്കർ പോലീസുകാരൻ. ആ സ്ക്വാഡിലുണ്ടായിരുന്നു, DYSPയുടെ സ്ക്വാഡിലുണ്ടായിരുന്നു. ആ സ്ക്വാഡിലുണ്ടായിരുന്ന അബൂബക്കർ എന്ന ഔക്കർ 2021 വന്നിട്ട് എന്നോട് കാസർഗോഡ് വേണ്ടാത്ത രീതിയിൽ ഇയാൾ ഈ കേസിനെ കുറിച്ച് സംസാരിച്ച്, അയാൾക്ക് എന്തെങ്കിലും അതിന് നേട്ടമുണ്ടാവണ്ടായിരുന്നു. പക്ഷെ എനിക്കതറിയില്ല. ഇയാൾ ഈ കേസിനെ കുറിച്ച് സംസാരിച്ച് ഞാൻ ഇയാളുമായിട്ട് വാക്ക് തർക്കമായി. അതിന് ഞാൻ കേസ് കൊടുത്തു അബൂബക്കറിനെതിരെ. മനുഷ്യാവകാശ കമ്മീഷൻ വരെ കേസ് പോയി. ഇങ്ങനെയൊക്കെ കേസ് പോയിട്ട് അവസാനം അയാൾ ഇവിടുന്ന് സ്ഥലം മാറ്റിയെന്നാണ് തോന്നുന്നു. പിന്നെ അതും ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശം വന്നിട്ട് 2 മണിക്കൂറായിട്ടില്ല. വിളിച്ച ചീത്ത എന്ന് വെച്ചാൽ ചെറുതൊന്നല്ല പബ്ലിക് എന്ന് വിളിച്ചത്. ഔക്കർ എന്ന് പറഞ്ഞ പോലീസുകാരൻ പബ്ലിക് എന്ന് വിളിച്ച ചെറിയ ചീത്ത എന്നല്ല എന്നെ വിളിച്ചത്. അത് ആ പബ്ലിക് മൊത്തം അത് കണ്ടിരുന്നു. പബ്ലിക് അന്നേരമാണ് സ്റ്റാൻഡിൽ ആൾക്കാരൊക്കെ ചോദിച്ചത് എന്താണ് വിഷയം. ഞാൻ പറഞ്ഞൊരു കേസിന്റെ കാര്യമായിട്ട് ഇയാൾ ഇപ്പൊ സംസാരിക്കാൻ വന്നേ. ആ കേസിന്റെ കാര്യമായിട്ട് ഇപ്പൊ അയാൾക്ക് സംസാരിക്കേണ്ട യാതൊരു കാര്യമില്ല. ആ കേസിന് ഞാൻ നേരിടുന്നുണ്ട്. ആ കേസ് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്താണ് അതിന്റെ യഥാർത്ഥ വിധി എന്നുള്ളത് കോടതി തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോ കോടതിയിൽ ഞാൻ ബാക്കി പറഞ്ഞാണ് കുറ്റപത്രം വായിച്ചപ്പോ ഞാൻ പറഞ്ഞ് ഈ കേസിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല, ഈ കേസ് ഞങ്ങളല്ല എന്നുള്ളത് ഞങ്ങൾ ആദ്യം പറഞ്ഞാണ്. പക്ഷെ അന്ന് എനിക്കത് ഏറ്റെടുക്കേണ്ടി വന്ന്. ഞാൻ റമദാൻ മാസമായിരുന്നു പിടിച്ചു കൊണ്ടുപോയത്. റമദാൻ മാസം ഒരു ഗ്ലാസ് വെള്ളം പോലും എന്റെ വയറ്റിലുള്ളൂ. എന്നെ തല്ലരുത് എന്ന് പറഞ്ഞിട്ട് പോലും കേട്ടിട്ടില്ല. അടിയും പിടിയും തൊഴിയും എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അതായത് ടോർച്ചറിങ് എന്ന് പറഞ്ഞെങ്കിൽ ചെറിയ ടോർച്ചറിങ് അല്ല ഇവര് ചെയ്തത്. മാനസികമായിട്ട് ഉറക്കം പോലും രാത്രി തന്നിട്ടില്ല. ഞങ്ങളെ നായിനെ കെട്ടിയിടും പോലെ ഞങ്ങൾ എന്ത് ചെയ്തതാണ്, കെട്ടിയിട്ടിട്ട് സെല്ലിന്റെ തൊട്ടിപ്പുറം കെട്ടിയിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ഇവരെ കൊണ്ടുപോകുന്നില്ല. ഞങ്ങളെ ക്യാമറയ്ക്ക് മുമ്പിൽ കൊണ്ടുപോകുന്നില്ല. പുറത്തേക്കുള്ള ക്യാമറ ഞങ്ങൾക്ക് ബാത്റൂമിലേക്ക് ടോയ്ലറ്റിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ഇവര് ക്യാമറ എന്ത് ചെയ്യുന്നറിയോ, പൊക്കി പിടിക്കുകയാണ് ചെയ്യുന്നത്. ക്യാമറ പൊക്കി 2 ദിവസത്തിന്റെ മുകളിൽ ഞാൻ ആ കേസിനെ കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ. പക്ഷെ സ്വാഭാവികമായിട്ട് പുറത്തുനിന്ന് വരുന്നവര് ഞങ്ങളെ കാണുന്നുണ്ട്, ഞങ്ങൾ സ്റ്റേഷനിലാണ്. പക്ഷെ ഇവര് CCTV മറച്ചു പിടിച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നുള്ളത്, ഞങ്ങളെ സ്റ്റേഷനിൽ നിർത്തുക. അവസാനം 2ാമത്തെ ദിവസം എന്റെ അന്നത്തെ വക്കീല് അഡ്വക്കേറ്റ് ബഷീർ, സെക്കൻഡിലും ഫസ്റ്റിലും അവിടെ സെഷൻസിലൊക്കെ വാദിക്കുന്ന അഡ്വക്കേറ്റ് ബഷീർ, ഈ ബഷീർ അന്ന് ഞങ്ങൾ 2ാമത്തെ ദിവസം എന്റെ അനുജൻ മരിച്ചുപോയ എന്റെ അനുജനുണ്ട് ദിൽഷാദ്, അവന്റെ നിർദ്ദേശം ഇവിടുത്തെ ആൾക്കാരുടെ നാട്ടുകാരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളെ കാണാൻ വരുന്ന സമയത്ത് ഞങ്ങളെ 2ാമത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം അന്നത്തെ ASI നാരായണൻ നീലേശ്വരത്തെ നാരായണൻ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഇവിടെ കാസർഗോഡല്ല കാഞ്ഞങ്ങാട് ജില്ലാ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അവിടെ കൊണ്ടുപോകുന്നു. അവിടെ ഞങ്ങളെ പരിക്കുണ്ട് നമുക്ക് നല്ല. കാരണം ഇവർക്ക് വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്യണം,
ഇടിച്ച് പൊടിയാക്കണം. അതിന് ഇവർക്ക് കിട്ടുന്നില്ല, തെളിവ് കിട്ടുന്നില്ല, ഇവർക്ക് ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഏറ്റെടുത്തേ ഉള്ളൂ. അതായത് ഏറ്റെടുത്തെന്ന് പറയുമ്പോ ഞാൻ അടിയും പിടിയൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഞാൻ ഏറ്റെടുക്കാം, എന്നെങ്കിലും മരിക്കാൻ അല്ലെങ്കിൽ ഏറ്റെടുക്കാം. ഇതിലേതെങ്കിലും ഒന്ന്. എനിക്ക് അവിടെ ഇതേ ചോദിച്ചുള്ളൂ, വേറൊന്നുമില്ല. കാരണം വസ്ത്രം മുഴുവനും കഴിച്ചിട്ടുണ്ട്. ഈ പെണ്ണിന് ഇതിന് അറ്റത്തായിട്ട് ഞങ്ങളുടെ എന്തുകൊണ്ട് സ്പ്രെഡ് ചെയ്തിരുന്നു ഇവര്. എന്താണെന്നുള്ളത് നമുക്കറിയില്ല. കാരണം പുകച്ചലും നീച്ചലും കണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് കൈ വിലങ്ങ് വെച്ചിട്ട് ഇവരെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, നീട്ടിയിരുത്തുന്നു. ഇരുത്തിയിട്ട് അടി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാലിന്റെ അടിക്കും എവിടെയൊക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റും. ഡിവൈഎസ്പി ഉണ്ട് ഹരിചന്ദ് നായക്ക്, 4 സിഐമാരുണ്ട്, പ്രേമനും വേറെ 4, ഇങ്ങനെ എല്ലാ ആൾക്കാരും ഉണ്ട്. എന്നിട്ട് ഞാൻ അവസാനം ഏറ്റെടുത്തെന്ന് പറഞ്ഞിട്ട് ഞാൻ കൈ മുകളിലേക്കാണ് ഞാൻ എന്റെ വിരൽ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ ഏറ്റെടുത്തിരിക്കുന്ന മുകളിലുള്ള അള്ളാഹ്, വേറെ ആരല്ല. ദൈവം എന്നെ ഏറ്റെടുത്തിട്ടുണ്ട്, എനിക്ക് വിഷയമില്ല. അപ്പൊ എനിക്ക് സന്തോഷമായി. എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി, എന്റെ രണ്ട് കാലിൽ ഓരോ ആൾക്കാർ കയറി വന്നിട്ടുണ്ട്. വടി പിടിച്ചിട്ട് ഔക്കറും നാരായണനും എവിടെയുണ്ട്, എന്റെ കാലിന്റെ അറ്റത്തുണ്ട്, ഞാൻ ഇരുന്നിട്ടാണ്. പിന്നെ ഡിവൈഎസ്പി ഹരിചന്ദ്രനായിട്ട് അവസാനത്തെ ഒരു ചോദ്യം വന്നത് ബെഞ്ചിന്റെ ഒരറ്റത്തു നിന്നാണ്. ബാക്കി എല്ലാ ചോദ്യം പേഴ്സണ് വരുന്നുള്ളത് ഈ ഔക്കറിന്റെയും ഇവന്റെയും വായിന്നാണ്. അവസാനത്തെ ചോദ്യം വരുന്നത് ബെഞ്ചിന്റെ അറ്റത്തുനിന്ന്, എന്റെ റൈറ്റ് സൈഡിലുള്ള. അതുവരെ ഞാൻ കാണുന്നില്ല ഇവര് മൊബൈൽ ക്യാമറ ഓൺ ആക്കിയിട്ടാണ് എന്റെ നേരെ പിടിച്ചിട്ടുള്ളത്, എന്റെ മുഖത്തിന് നേരെ പിടിച്ചിട്ടുള്ളത്. എന്റെ മുഖം വ്യക്തമായിട്ടെന്ന് പറഞ്ഞിട്ട് അവസാനത്തെ ചോദ്യം വരുന്നത് ബെഞ്ചിന്റെ അറ്റത്തു നിന്നാണ്. ഞാൻ തിരിയുമ്പോഴാണ് കാണുന്നത്, ഞാൻ അതായത് റൈറ്റിലേക്ക് തിരിയുമ്പോഴാണ് കാണുന്നത്. ക്യാമറ എനിക്ക് നേരെ പിടിച്ചിട്ടുണ്ട് മൊബൈലിൽ, എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് ക്യാമറയിൽ. അപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് ഞാൻ ഇത് ഏറ്റെടുത്തിട്ടേ ഉള്ളൂ, എനിക്ക് ഈ കേസിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. അപ്പോഴേക്ക് ഇയാൾ ക്യാമറ എന്ത് ചെയ്തിട്ടുണ്ട്, ഓഫ് ചെയ്തിട്ടുണ്ട്, ഹരിചന്ദ്രൻ നായിക്ക്. പക്ഷെ ഞാൻ എന്നിട്ടും ഇത്രയും ഞാൻ സഹിച്ച് 6-7 വർഷത്തിന്റെ മുകളിൽ 8 വർഷത്തിന്റെ മുകളിൽ ഞാൻ സഹിച്ചു. ഞാൻ ചെയ്യാത്ത തെറ്റ് എനിക്ക് യാതൊരു വിഷയമില്ല. എവിടെ പോയാലും ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി റെലവൻസ് അവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഇവരെന്നെ തെളിവെടുപ്പിന് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയ സമയത്ത് എന്റെ മുഖത്ത് പരിക്കുണ്ട്. ഇതെല്ലാം ഞാൻ അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് മജിസ്ട്രേറ്റിന്. ഞങ്ങൾ ആദ്യം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്ന സമയത്ത് എനിക്ക് അതായത് ഉറക്ക ക്ഷീണം, മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം തളർന്നിട്ടാണല്ലേ. എനിക്ക് തുറക്കാൻ പോലും സാധിക്കുന്നില്ല. എന്ത് പറയണം എന്നുള്ളത്. കാരണം എന്നെക്കാളും മുന്നേ മജിസ്ട്രേറ്റിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളില് ബെഞ്ചിന്റെ ഉള്ളിൽ ആരുണ്ട്, ഡിവൈഎസ്പി സാറുണ്ട്, ഈ ഹരിചന്ദ് നായക് എന്ന് പറഞ്ഞ ആളുണ്ട്. എന്നിട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങളെ ഹാജരാക്കുന്നത്, അതായത് ഞങ്ങൾ ജീപ്പിലുണ്ട്, പിന്നീടാണ് ഇവരെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഹാജരാക്കുന്നത്. ഇയാളുടെ കയ്യിൽ തെളിവുണ്ട്. കാരണം എന്താ, ഞാനിത് പറഞ്ഞല്ലോ, ഇവര് കൊണ്ടുപോകുന്നുള്ളതും ഞങ്ങൾ എന്താണ് ഈ കേസിന്റെ പേര് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നുള്ളത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഞാൻ പരിക്ക് അനുഭവിച്ചിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ എത്ര അനുഭവിച്ചു. പക്ഷെ ഞാൻ ആ കേസിൽ ഇപ്പോഴും പറഞ്ഞു ഞാൻ പ്രതിയല്ല, ഞാൻ അങ്ങനെ ഒരു പ്രതി. കാരണം ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ, ഒരേ ഒരു ചോദ്യം ഞാൻ തിരിച്ച് ഞാൻ ചോദിക്കുന്നു, ഒരേ ഒരു ചോദ്യം. സാറിനറിയോ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, അവിടെ അതിനു മുമ്പ് നടന്നത് ഒരു കൊളാപ്സ് നടന്ന പള്ളിക്കും കാര്യങ്ങൾക്കും നല്ല കല്ലേറ് സംഭവിച്ച് ഇതൊക്കെ സംഭവിച്ചു. അവിടെ ഒരു കമ്മ്യൂണിറ്റി റെലവൻസ് അവിടെ ആദ്യം ഉണ്ടായി. അത് നടന്നതിന് ശേഷം ആ സ്ഥലത്ത് പോലീസിന്റെ മൊത്തം ഗ്യാങ് ആണ് ഇറങ്ങിയിട്ടാണല്ലോ പോലീസ്. ഈ പള്ളിയുടെ ഈ അമ്പലത്തിന് തൊട്ടപ്പുറം പള്ളിയുണ്ട്, ആ പള്ളിയുടെ അമ്പലത്തിന്റെ ഇടയ്ക്ക് പോലീസ് ജീപ്പുണ്ട്, പോലീസിന്റെ ആളുണ്ട്, മൊത്തം വളഞ്ഞിരിക്കുകയാണ്. ഈ വളഞ്ഞിരിക്കുന്ന ഈ സ്ഥലത്തേക്ക് കാരണം ഞാൻ ഈ പ്രശ്നം നടന്നതിന് ശേഷവും മുമ്പൊക്കെ ഞാൻ രാത്രി 10 മണിക്കും 9 മണിക്കും 11 മണിക്കൊക്കെ കട അടച്ചിട്ട് വരുന്ന സമയത്തും ഞാൻ അവിടെ പോലീസിനെ കാണുന്നുണ്ട്. പോലീസ് മൊത്തം വളഞ്ഞേക്കുന്ന സ്ഥലം. ഈ സ്ഥലത്തേക്ക് ആ ഒരു ഭാഗത്തേക്ക് മാങ്ങാടുന്ന് വെറും 500 മീറ്റർ ദൂരേ ഉള്ളൂ ഈ അമ്പലം. ആ സ്ഥലത്തേക്ക് എങ്ങനെയാണ് ഇവരുടെ അറിവോടെ അല്ലാതെ ആ സ്ഥലത്തേക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇങ്ങനെ ഒരു ഇത് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ അവിടെ നടക്കൂല. കാരണം ഞാൻ പറയാണ്, ഇത് എനിക്ക് ഉറപ്പാണ്. ഞാൻ ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ, അത്രയും ആ സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഇവരെ എങ്ങനെയാണ് ഈ ഒരു സംഭവം അവിടെ നടന്നത്, ഇതേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇതെങ്ങനെ നടന്നു അവിടെ? പക്ഷെ ഞാൻ അതിന് പ്രതിയല്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്, 100%. അവസാനം ഞാൻ എന്നിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയപാട് ഞാൻ പോയി എവിടത്തേക്ക്, ഈ കാനത്തൂർ ക്ഷേത്രം ഉണ്ടല്ലോ, കാനത്തൂർ ഇത് വലിയ ഒരു ഇതുണ്ടല്ലോ ദേവസ്ഥാനം എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ജയിലിനുള്ളിൽ ആദ്യമൊക്കെ ഞങ്ങളോട് എതിർപ്പുണ്ടായിരുന്നു പല ആൾക്കാർക്കും.
പക്ഷെ പിന്നീട് അവരോട് പെരുമാറിയതായിട്ട് അടുത്ത് അവിടെ കുറെ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ ചോദിച്ചു, ഇതിന് പിന്നെ എന്താണ് അടുത്ത എന്തെങ്കിലും പ്രോസസ് ചെയ്യാൻ പറ്റുമോ, ഇത് എന്താണ് ഞങ്ങളല്ല, നീ യഥാർത്ഥ പ്രതിയല്ല എന്നുണ്ടെങ്കിൽ ഒരു വിഷയമില്ല നൗഷാദ്, നീ പേടിക്കണ്ട, നീ എന്ത് ചെയ്തോളൂ, നേരെ കാനത്തൂർ ക്ഷേത്രമുണ്ട്, അവിടെ പോയിക്കോ, അവിടെ പോയിട്ട് നീ അവിടെ പറഞ്ഞോ, ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യിക്കോളും, അവര് ചെയ്തുകൊള്ളും, അവർക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാം. ഞാൻ ഇറങ്ങിയിട്ട് പിറ്റേ താഴ്ച തന്നെ എൻ്റെ ഒരു സുഹൃത്തിനെയും കൂട്ടി ഞാൻ നേരെ പോയി. കാരണം ഒരു നാട് മൊത്തം ഒരു പിന്നെ ഇതാവുന്ന സംഭവമാണ്. ഞാൻ അവിടെ പോയി, അവിടെ നിന്ന് തന്ന കാർഡുണ്ട് എൻ്റെ കയ്യിൽ, എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ, എല്ലാം ഞാൻ എന്ത് ചെയ്താണ് എൻ്റെ അഡ്വക്കേറ്റിന് ഞാൻ കാണിച്ചു കൊടുത്തതാണ്. എൻ്റെ അഡ്വക്കേറ്റിനോട് ഞാൻ പറഞ്ഞു, അവിടെ പിന്നെ അമ്മജീൻ്റെ ആള് കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു കേസിന്റെ കാര്യത്തിന്, അവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തതാണ്. നിങ്ങളുടെ അമ്പലത്തിൽ പോയി ഞാൻ എൻ്റെ സത്യാവസ്ഥ പറഞ്ഞിട്ടുണ്ട്. ഏത് ഇതാ നോക്കിയോ, ഇതാണ് സംഭവം, 2015 ഡേറ്റ് ഇതാണ്, പിന്നെ എല്ലാം ഞാൻ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് നോക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി എന്റെ സത്യാവസ്ഥ എനിക്ക് എന്ത് ചെയ്യേണ്ടുള്ളൂ, കോടതിയിൽ ബാക്കിയുള്ളത് കോടതി തീരുമാനിച്ചോട്ടെ എന്നുള്ളത് പറഞ്ഞിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഏത് ഞാൻ ചെയ്തിട്ടില്ലാന്ന് എനിക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നുള്ളൂ, ഇതേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അത്ര വളഞ്ഞു നിൽക്കുന്ന പോലീസിന്റെ പ്രൊട്ടക്ഷനിൽ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് എങ്ങനെ ഈ ഒരു സംഭവം നടന്നു എന്നുള്ളതേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇതെങ്ങനെ നടന്നു ആ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ചോദിക്കുന്ന ചോദ്യം ഏത്, എനിക്ക് 100% എനിക്കറിയും, ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് അറിയുന്നിടത്തോളം കാലം എനിക്ക് യാതൊരു വിഷയമില്ല. ഞാൻ ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. അന്തസ്സായിട്ട് ഞാൻ ഇപ്പോഴും 6-7 വർഷമായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട്, ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നുണ്ട്, ഒരു വിഷയമില്ലാതെ ഞാൻ ജീവിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആരെ ഭയക്കണം? അല്ല, ഞാൻ പറയാറ്, ചെയ്യാത്ത തെറ്റിന് ഞാൻ അനുഭവിച്ച ഈ ക്രൂരത ഇത്രയും ഞാൻ തുറന്നു കാട്ടിയിട്ട് ഇതില് ഞാൻ ഓക്കെ കോടതിയിലുണ്ടല്ലോ, ഇപ്പോഴും അത് നടക്കുന്നുണ്ടല്ലോ, ചെയ്യട്ടെ, ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് ഞാൻ അത് കോടതിയിൽ തന്നെ ഞാൻ എന്ത് ചെയ്തോളൂ, ഞാൻ തെളിയിച്ചോളൂ. വേറെ എന്റെ പേരിൽ കോടതിയിൽ ഈ 2 കേസ് അല്ലാതെ വേറെ എനിക്ക് അറിയുന്ന രീതിയിലുള്ള ഒരു കേസും എന്റെ ഞാൻ കോടതിയിലില്ല. ഈ 2 കേസാണ് എന്റെ പേരിലുള്ളത്. ഇല്ല, പിന്നെ അത് നമ്മുടെ ഈ ഡിവൈഎസ്പി സാറിനെ, അതായത് ഹബീബ് സാറിനെ കയ്യേറ്റം ചെയ്ത കേസാണ്. അല്ല, അത് കാസർഗോഡാണ്. കാസർഗോഡ് ഇപ്പൊ നടക്കുന്നുണ്ട് ആ കേസിന്റെ. പിന്നെ ഇത് വിറ്റ്നസിൽ നിൽക്കുകയാണ് ഇപ്പൊ അതിന്റെ. ഈ 2 കേസാണ്. ഈ 2 കേസ്, അത് ഈ കേസ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്. അതായത് ഞാൻ അവിടെ വീഡിയോ എടുക്കായിരുന്നു ഞാൻ, എന്നിട്ട് അതിന് കേസും കൂടി ഉണ്ടാക്കാൻ നോക്കിയവര് ജയിലിൽ നിന്ന് ഇറങ്ങി. ഈ പിന്നെ ഡിവൈഎസ്പി സാറിന്റെ ഈ കൊളാപ്സിന്റെ കേസിന് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ കാസർഗോഡ് ഇവര് പ്രകടനം നടത്തിയിരുന്നു. ഞാൻ ആ പ്രകടനം നടത്തുന്ന സമയത്ത് ഞാനവിടെ വീട്ടിലാണ്. പിറ്റേ ദിവസം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ അഡ്രസ് എവിടെ, നീ എവിടെ, എനിക്ക് വിളി വന്നിരുന്നു കാസർഗോഡ് നിന്ന്. സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു കേസും കൂടി ഉണ്ട്, നീ ആ കേസിൽ. ഞാൻ പറഞ്ഞു, ഞാനുള്ളത് എന്റെ ടവർ ലൊക്കേഷൻ നോക്കിയോ, ഞാനുള്ളത് എവിടെയാണ്, വീട്ടിലാണ്, ഞാൻ ആ പ്രകടനത്തിലില്ല. പിന്നെ പ്രകടനത്തിലില്ലാത്ത ഒരു കേസിൽ എന്നെ ഇൻവോൾവ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അതിനുശേഷം പിന്നെ അതിൽ FIR എനിക്ക് വന്നിട്ടില്ല. ഈ 2 കേസിലാണ് എനിക്ക്. സാറിന്റെ പേരെങ്ങനെയാ? രാമകൃഷ്ണൻ. ഓക്കെ ഓക്കെ, ശരി. ഞാനിത് അറിയാൻ വേണ്ടി ഞാൻ മേൽപ്പുറത്തില്ല, അങ്ങോട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയിരുന്നു. പറഞ്ഞിരുന്നു. അപ്പൊ എന്നെ വിളിച്ചിരുന്നു, ഭാര്യ വിളിച്ചിരുന്നു, എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നമ്പർ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്, വിഷയമൊന്നുമില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു ഓക്കെ, നമ്പർ വാങ്ങിച്ച് പോയിക്കോട്ടെ, അതൊന്നും വിഷയമില്ല. യഥാർത്ഥ സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. വീഡിയോ പ്രചരിപ്പിച്ചല്ലോ. അതെ. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, യാത്രക്കാരും കൊണ്ട് പോയി. ഒരാളുടെ കാല് ഫുട് പാഡിലുണ്ടായിരുന്നു. ആ ഫുട് പാഡിലുള്ളത് ഞാൻ അകത്തിടാൻ പറഞ്ഞു. 1-2 പേരെ, കാരണം ക്യാമറയും കാര്യങ്ങളുള്ളതാണ്. നിങ്ങൾ ഒന്നത് അകത്തിടണം, കാരണം 4 പേരുണ്ട്. ഒരാൾ എന്നെ പോലെ കുറച്ച് ഹൈറ്റും വെയിറ്റിലുള്ള ആളാണ് കുറച്ച്. പിന്നെ അപ്പോൾ അയാളുടെ കാല് കുറച്ച് ജസ്റ്റ് പുറത്ത് വേണം, നമുക്കതൊരു ബുദ്ധിമുട്ടായി കൊണ്ടറിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്താണ്. പക്ഷെ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ പറഞ്ഞ അയാളുടെ ഫാദറിന് ഇഷ്ടപ്പെട്ടില്ല. എന്നോട് വണ്ടി സൈഡാക്കാൻ പറഞ്ഞ ബദരിയ പിന്നെ ഹോട്ടലിൽ പോകുമ്പോൾ പിന്നെ സൈഡാക്കാൻ പറഞ്ഞ് ഞാൻ സൈഡാക്കി. അപ്പൊ അവരെ പെണ്ണുങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് ഈ വണ്ടി തന്നെ പോവാ, വിഷയമില്ല, അവനോടൊന്ന് ഒതുങ്ങിയിരിക്കാൻ. പക്ഷെ അതൊന്നും അയാൾ കേട്ടില്ല. എന്നിട്ട് പിന്നെ ഞാൻ അവിടുന്ന് വണ്ടി സൈഡാക്കി. ഇവർ ഇറങ്ങി പോകുന്ന സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തു, അവരോട് ഓട്ടോ കൂലി ചോദിച്ചു. എന്റെ മിനിമം ചാർജ് തന്നേക്കെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അതെങ്ങനെയാ, നീ പറഞ്ഞ സ്ഥലത്ത് പ്രോപ്പറായ സ്ഥലത്ത് നീ ഇറക്കിയിട്ടില്ല, അതുകൊണ്ട് തരാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ശരിയല്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞെന്താണ്, എനിക്ക് ഫൈന് വരും, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോ പിന്നെ ഇയാൾ എന്നോട് തർക്കിക്കുന്ന സമയത്ത് അവിടെ പിന്നെ എന്ത് ചെയ്തു, നാട്ടുകാരൊക്കെ കൂടി, മൊത്തം നാട്ടുകാർ കൂടിയിട്ട് അവരെന്ത് ചെയ്തു, അവര് പിന്നെ സംസാരിച്ചിട്ടാകുമ്പോൾ ഇയാൾ അതായത് അവിടെ ഉള്ള ആൾക്കാരുടെ നേരെ പോയി. കാരണം നിങ്ങൾ നാട്ടുകാരെങ്ങനെ ഇയാളുടെ കൂടെ നിൽക്കുന്നത്, പിന്നെ നിങ്ങൾ ഇവിടുത്തെ നാട്ടുകാരായതുകൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നാട്ടുകാർ പറഞ്ഞു, നിങ്ങൾ കാശ് കൊടുക്കാതെ ഒന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
കാശ് കൊടുത്തേ മതിയാവുള്ളൂ. നിങ്ങൾക്ക് ഈ വണ്ടിയിൽ ഹോട്ടലിൽ തന്നെ പോകണ്ടെങ്കിൽ ഇതിൽ തന്നെ പോവാം, അല്ലെങ്കിൽ കാശ് കൊടുത്തിട്ടേ നിങ്ങൾ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ എന്റെ പിന്നെ 30 രൂപ വാങ്ങിച്ചു തന്നവരെന്നെ വാങ്ങിച്ചു തന്നതിന് ശേഷം ഇവർ പോയി കേസ് കൊടുത്തു എനിക്കെതിരെ. എനിക്ക് സ്റ്റേഷനിൽ നിന്ന് കോള് വന്നു. ഞാൻ പോയി സ്റ്റേഷനിലോട്ട് പോയി കാരണം ഓക്കെ അക്യൂസ്ഡ് ആണല്ലോ, ഞാൻ അക്യൂസ്ഡ് ആണപ്പോൾ ഞാൻ പോകണല്ലോ, പെറ്റീഷണർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ ഞാൻ പോകുമ്പോൾ റൈറ്ററല്ല, അയാള് പിന്നെ ഇത് കോൺസ്റ്റബിൾ ആണെന്ന് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്നു. അയാള് എന്നോട് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ പോയി ഇരുന്നിട്ട് അയാളോട് സംസാരിക്കുന്ന സമയത്ത് അയാള് പിന്നെ എന്നോട് ചോദിച്ചു എന്താ സംഭവിച്ചെന്ന്. ഞാൻ അത് പറഞ്ഞു. ആ പറയുന്നതിനിടയ്ക്ക് ഇതേ ഈ പാസഞ്ചർ പറഞ്ഞു പിന്നെ എന്റെ ഭാര്യയെ കയറി പിടിച്ചു പറഞ്ഞു ഞാൻ കേസ് കൊടുക്കും. ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ അവരുടെ കോൺസ്റ്റബിളോട് പറഞ്ഞത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ പറയുമ്പോൾ പിന്നെ അതൊരു ശരിയല്ല. ഇപ്പൊ തന്നെ ഇയാൾ സംസാരിക്കുന്നുള്ള എങ്ങനെയാണ് ആ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇടയിലാണ് ഈ പിന്നെ SI വരുന്നത് അവിടത്തേക്ക്. SI വന്നപാടന്നെ ചോദിക്കുന്നുള്ളത് എന്താണോ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അപ്പോ പിന്നെ ഞാൻ ഈ പിന്നെ കോൺസ്റ്റബിള് പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് അയാൾ കയ്യിൽ കൊടുത്തിട്ട് അയാൾ വായിച്ചപാട് പറഞ്ഞു എടുക്കണം വണ്ടി എടുക്കണം, എന്റെ വണ്ടി ഇടണം. ഞാൻ പറഞ്ഞു വണ്ടി പുറത്തുണ്ട് സാറേ, വണ്ടി ഞങ്ങൾ സംസാരിച്ചോണ്ട്. നീ എന്താണ് നിയമം ഒന്നും പഠിപ്പിക്കണ്ട, നീ സംസാരിക്കാൻ നോക്കണ്ട, നീ വണ്ടി എടുത്ത് ഉള്ളിവിടോ, വണ്ടി എടുത്ത് ഉള്ളിവിടുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു വണ്ടി എടുത്ത് ഉള്ളിവിടണമെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു ക്ലെയിം ഇത് നടക്കണം. വണ്ടിയിലൊന്നും നടന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് അയാൾക്ക് കേസ് കൊടുത്തിട്ടുള്ളൂ. ഞാൻ കേസിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നീ നിയമം ഒന്നും പഠിപ്പിക്കണ്ടോ, അതൊന്നും നീ നമുക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ നിയമം പഠിപ്പിക്കാൻ ആരാ, നീ അങ്ങനത്തെ നിയമം ഒന്നും പഠിക്കാൻ നിൽക്കണ്ട, നീ വണ്ടി എടുത്ത് ഉള്ളിവിടോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാർ എങ്ങളോടാക്കി സംസാരിക്കാൻ താല്പര്യമാണ്, ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ വിളിക്കട്ടെ പറഞ്ഞു. ഞാൻ ഒന്ന് പുറത്തോട്ട് വന്നു. സ്റ്റേഷന്റെ നേരെ മുമ്പിലാണ് വണ്ടി ഇട്ടിട്ടുള്ളത്. ഞാൻ സ്റ്റേഷന്റെ നേരെ മുമ്പിലുള്ള ഇതിലാണ് വണ്ടി ഇട്ടുള്ളത്, പിന്നെ സ്റ്റാൻഡിലാണ് വണ്ടി ഇട്ടുള്ളത്. ഇതേ ഓട്ടോറിക്ഷ തന്നെയാണ്. എത്ര നമ്പർ 8874 ആണ്. KL14W. KL14W 8874. 8874 അല്ലേ? അത് തന്നെയാണ്. അങ്ങനെ പിന്നെ ഞാൻ സ്റ്റാൻഡിൽ വണ്ടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ സുഹൃത്ത് അവനെ വിളിച്ചിട്ടാകുമ്പോൾ അവർ പറഞ്ഞു ഞാൻ റണ്ണിങ്ങിലാണ്, ഞാൻ പോകുന്നുണ്ട്, ഞാൻ പാസഞ്ചർ ഇറക്കിയിട്ട് വരാം, ഞാൻ അവിടെ നിന്നോന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അതിന് കാലത്ത് നിൽക്കുന്ന സമയത്താണ് പിന്നെ പോലീസ് ജീപ്പ് നേരെ വന്ന് എന്റെ മുമ്പിലേക്ക് നിൽക്കുന്നു. ഓവർടേക്ക് ചെയ്താൽ കറക്റ്റ് എന്റെ വണ്ടിയുടെ മുമ്പിലേക്ക് തന്നെ ബോസ് ചെയ്ത് വന്ന് നിൽക്കുന്ന എന്റെ ഒരു സിനിമാ സ്റ്റൈലിൽ ഇയാള് പുറത്തോട്ട് വന്നപാടെ എന്റെ കോളറി പിടിച്ച്, ഞാൻ വണ്ടിയുടെ ഉള്ളിലുണ്ടായി, കോളറി പിടിച്ചിട്ട് എന്നെ പുറത്തോട്ട് ഇട്ടിട്ട് വന്നു. എന്താണോ നിങ്ങൾക്ക് പറഞ്ഞറിയില്ല, അങ്ങനെ ഇങ്ങനെ കുറെ വണ്ടിയൊക്കെ പിന്നെ സെർച്ച് ചെയ്തു. അപ്പൊ എന്റെ ചാവിന്റെ പോക്കറ്റിലുണ്ടായി. പിന്നെ വണ്ടി എടുത്തോ, ചാവി എടുക്കണോ വണ്ടി എടുത്ത് ഉള്ളിലിടുന്നു പറഞ്ഞു. പിന്നെ നേരെ പിടിച്ചിട്ട് എന്നെ കോളറിൽ പിടിച്ച് എന്നെ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അയാളോട് പറയുന്നുണ്ട് ഞാനിതാ വരുന്നുണ്ട്, ആള് വരുന്നുണ്ട്, എന്റെ സുഹൃത്ത് വരുന്നുണ്ട്, അയാൾ സംസാരിക്കാം. ആളൊന്നും വന്നോ. അപ്പോഴേക്ക് ഈ സുഹൃത്ത് വന്ന് എത്തി. അയാൾ എത്തിയിട്ട് പിന്നെ ഈ സംസാരിക്കുന്നതിനിടയ്ക്ക് ഈ കോളറിൽ എന്നെ കൈയിട്ടപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇതാ പിന്നെ നിങ്ങൾ കോളറിന് കൈയെടുക്കും സാറേ, സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ അയാൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നീ എന്നുള്ളത് പറഞ്ഞിട്ട് അങ്ങോട്ട് അയാളെ കൈ കൊണ്ട് തള്ളി. അപ്പൊ തള്ളിയിട്ടാകുമ്പോ അയാൾ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു വീഡിയോ ഈ പിന്നെ വീഡിയോ എടുക്കുന്ന പറഞ്ഞു. വീഡിയോ എടുക്കുമ്പോൾ ആദ്യം മൊബൈൽ തട്ടി. മൊബൈൽ തട്ടിയിട്ടാകുമ്പോ പിന്നെ പബ്ലിക്കൊക്കെ വീണ്ടും പബ്ലിക് വന്നാണ്. എന്താണ് സാറേ പ്രശ്നം എന്താണെന്നുള്ളത് പബ്ലിക്ക് ചോദിക്കാൻ തുടങ്ങി. എന്താണ് പ്രശ്നം? അപ്പോഴേക്കും ഇയാൾ വീഡിയോ എടുത്തു. അപ്പൊ പബ്ലിക്കിൽ നിന്ന് കുറെ ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട്. എന്താണ് സാറേ പ്രശ്നം എന്നുള്ളത് ചോദിക്കുമ്പോഴേക്കും നിങ്ങളൊക്കെ ആരോടെന്നുള്ള അവരെ പിന്നെ കയറാൻ തുടങ്ങി. അപ്പൊ പിന്നെ വണ്ടിയിലിരിക്കുന്ന ഡ്രൈവർ ഉണ്ട്, ജീപ്പിന്റെ പിന്നെ ഇതിന്റെ ഡ്രൈവർ, ഇയാൾ വന്ന വണ്ടിയുടെ ഡ്രൈവർ വന്നിട്ട് ഇവനെ എടുക്കണോ, ഇവനെ പിടിച്ച് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ സമാധാനിക്കുക. അപ്പൊ അയാൾ പറയുന്നുണ്ട് നിങ്ങൾ സമാധാനിക്കുക, നിങ്ങൾ കോളറിന് കൈയെടുക്കുക. കോളറിനാണ് ഡിവൈഎസ്പിയുടെ വണ്ടി വരുന്നത് അടുത്തേക്ക്. അപ്പൊ ഡിവൈഎസ്പിയുടെ വണ്ടി വന്നിട്ട് പറഞ്ഞു എന്താണ് പ്രശ്നം, എന്താണ് ഗ്ലാസ് ആദ്യമായിട്ട് ചോദിക്കുന്നുണ്ട് പ്രശ്നം എന്താണ്. അയാളുടെ കോളറിന് കൈയെടുക്കുക, നിങ്ങൾ ആ കോളറിന് കൈയെടുത്ത് സംസാരിക്കുക. എന്താണ് പ്രശ്നം? അല്ല സാറേ ഇവനിപ്പോ അങ്ങനെ നീ അവിടെ അയാളെ കോളറിന് കൈയെടുക്ക്, കോളറിനെ കൈയെടുത്ത് സംസാരിക്കുക. നീ എന്താണ് അയാളെ കോളറിന് പിടിക്കുന്ന അതിനെ കൈയെടുപ്പിച്ചു ഇയാളെ കൊണ്ട്. എന്നിട്ട് എന്നോട് ചോദിച്ചു അപ്പൊ എനിക്ക് സുഹൃത്ത് അങ്ങോട്ട് കയറി വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് സംസാരിക്കാം. ആവശ്യമില്ല, പിന്നെ അവരോട് വണ്ടി കയറാൻ പറഞ്ഞു. അങ്ങനെ ഡിവൈഎസ്പിയുടെ വണ്ടി കയറി നേരെ സ്റ്റേഷനിൽ പോയിട്ടായിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു, പിന്നെ ഇത് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ടായിട്ട് ഈ കോൺസ്റ്റബിൾ അവിടെ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് നോക്കി എന്നോട് ചോദിച്ചാൽ എന്താ വിഷയം. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം സാറ്, സംഭവിച്ചിട്ടുള്ള ഇങ്ങനെയാണ്. അതേ സംഭവിച്ചിട്ടുള്ളൂ, വേറൊന്നും സംഭവിച്ചിട്ടില്ല. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ആ പറഞ്ഞ അമ്മ എന്നോട് പറഞ്ഞു. പിന്നെ അപ്പോ ഈ പിന്നെ SI ഇയാളോട് ചോദിച്ചു, ആരോട്, പിന്നെ ഈ നമ്മുടെ ഇയാളുണ്ടല്ലോ പിന്നെ ഈ കോൺസ്റ്റബിള്, ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തതിന്റെ റെസീറ്റ് കൊടുക്കണമെന്ന്. പരാതിക്കാർ എവിടെയെന്ന് ചോദിച്ചു. പരാതിക്കാർ പോയിട്ട് പിന്നെ ഇയാളെ പിടിച്ചിട്ട് എന്തിന് ഇതിന്റെ ഇതികളിട്ട് ഇവിടെ കുളിക്കുന്നതെന്ന് വെച്ചു. ഇയാളെ പിടിക്കേണ്ട ആവശ്യം പരാതിക്കാർ അയാൾക്ക് പിന്നെ ഇത് കൊടുത്തിട്ടുണ്ടോ, റെസീറ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് വെച്ചു.
ഇല്ല റെസീറ്റ് കൊടുക്കാണ്ട് പിന്നെന്താണെന്നോ എന്ന് പിന്നെ അങ്ങോട്ട് DSP സാർ അങ്ങോട്ട് പിന്നെ ഫയർ ചെയ്യാൻ തുടങ്ങി അവരോട്. ഏത് റെസീറ്റ് പോലും കൊടുത്തിട്ടില്ല, പിന്നെ ഇയാളെ പിടിച്ചിട്ട് ഇയാളെ പിടിച്ച് ഇവിടെ വിളിക്കേണ്ട ആവശ്യം എന്ത്? അങ്ങനെ കുറെ സംസാരിച്ച് എന്നോട് പറഞ്ഞു നീ നമ്പർ കൊടുക്കുന്നു. അങ്ങനെ നമ്പറൊക്കെ കൊടുത്തിട്ടായിട്ട് പിന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്നു. ഏത് ഞാൻ പറഞ്ഞു ഓക്കെ സാറെ വിളിച്ചു, ഞാൻ അവിടെ തന്നെ ടൗണിൽ തന്നെ ഉണ്ടാവുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വന്ന് തിരിച്ചു വന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നുള്ളത്, ഈ പിന്നെ എസ് ഐ അനൂപിനെതിരെ ഞാൻ എന്ത് ചെയ്യുന്നുള്ളത് പിന്നെ പരാതി കൊടുക്കുന്നുള്ളത്. ആ പരാതി കൊടുത്തിട്ട് ഇത്രയായി, ഒരാളുടെ മരണത്തിലേക്ക് എത്തിച്ചു. ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ടായിട്ടില്ല, പരാതിയിൽ എനിക്കൊരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഞാൻ ആ പരാതി എന്തായെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ജൂലൈയിൽ ഒരു പ്രാവശ്യം പോയിരുന്നു. 8-നോ 10-നോ അറിയില്ല, ഞാൻ പോയിരുന്നു. പിന്നെ അങ്ങനെയായിരുന്നു സംഭവം. ആയിക്കോട്ടെ, ഇത് അറിയാൻ വേണ്ടി ഇത് വീഡിയോ ഒക്കെ എന്താ സംഭവം അറിയാൻ വേണ്ടി നമ്മള് ലിമിറ്റിൽ താമസിക്കുന്നത് കൊണ്ട് നമുക്ക് അറിയാൻ വേണ്ടി. ഓക്കെ ശരി സാർ. എവിടെ സ്റ്റാൻഡ്? ഞാൻ ഒന്നെങ്കിൽ മുനിസിപ്പൽ സ്റ്റാൻഡിൽ ഉണ്ടാവും, അതല്ലെങ്കിൽ പുതിയ സ്റ്റാൻഡിൽ ഉണ്ടാവും. ഞാൻ ഇവിടെ മാറിയിട്ട് അങ്ങനെ അപ്പുറത്തായിട്ട് വരും. ഈ സംഭവം നടക്കുന്നത് സ്റ്റേഷന്റെ സ്റ്റാൻഡിന് നേരെ മുമ്പ്, സ്റ്റേഷന്റെ നേരെ മുമ്പിലുള്ള സ്റ്റാൻഡ്, അവിടെ നിന്നാണ്. അതിന്റെ മുമ്പിലുള്ള സ്റ്റാൻഡ്. ആയിക്കോട്ടെ. ഓക്കെ താങ്ക്സ്. ഓക്കെ.